ഈസി വിന്നറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് അക്ഷരമുറ്റം ക്വിസ് കോമ്പറ്റീഷന് വേണ്ടിയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗംഗാ ഡോൾഫിന്റെ മറ്റൊരു പേരെന്ത്? ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗംഗാ ഡോൾഫിന്റെ മറ്റൊരു പേരെന്ത്? സുസു എന്നാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗംഗാ ഡോൾഫിന്റെ മറ്റൊരു പേര്. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്ത്? ഗഗൻയാനാണ് മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി. കോൺഗ്രസിന്റെ ഏത് സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്? അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെ ഏത് സമ്മേളനമാണെന്നാണ് ക്വസ്റ്റ്യൻ. 1929 ഡിസംബറിൽ നടന്ന ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയതാര്? പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് ആരാണ്? ഫെർഡിനൻഡ് മഗല്ലനാണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത്. അതായത് പോർച്ചുഗീസ് നാവികനായ മഗല്ലനാണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത്. സിന്നബർ ഏതു ലോഹത്തിന്റെ അയിരാണ്? അപ്പോൾ സിന്നബർ ഏതു ലോഹത്തിന്റെ അയിരാണ്? മെർക്കുറിയുടെ ഓർ അഥവാ അയിരാണ് സിന്നബർ. പൊതു താൽപര്യ ഹർജിയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? പൊതു താൽപര്യ ഹർജിയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? പൊതു താൽപര്യ ഹർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലേ? അപ്പോൾ അതിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്, പൊതു താൽപര്യ ഹർജിയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. കപില ഹിംഗോറോണി ആണ് പൊതു താൽപര്യ ഹർജിയുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. കപില ഹിംഗോറോണി ആരാണ്? സുപ്രീം കോടതി അഭിഭാഷകയായിരുന്നു കപില ഹിംഗോറോണി. പരമ്പരാഗത നാടോടി നൃത്തമായ ഘുമർ ഏത് സംസ്ഥാനത്തെ നൃത്തമാണ്? ഘുമർ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണെന്നാണ് ക്വസ്റ്റ്യൻ. രാജസ്ഥാനിലെ നാടോടി നൃത്തമാണ് അഥവാ നൃത്തരൂപമാണ് ഘുമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി ഏത്? ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആ പദ്ധതി? ബന്ധു ക്ലിനിക് പദ്ധതി. എന്താണ് ഈ ബന്ധു ക്ലിനിക് പദ്ധതി? അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണർ ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണർ ആര്? സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണർ. എത്രാമത്തെ ഗവർണറാണ്? 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന എന്തിന്റെ ഒരു ഇനമാണ് റിയോ ഡി ജനീറോ? റിയോ ഡി ജനീറോ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഏതിന്റെ ഒരു ഇനമാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇഞ്ചി. ഇഞ്ചിയുടെ ഒരു ഇനമാണ് റിയോ ഡി ജനീറോ. അപ്പോൾ നമ്മുടെ ഇവിടെ പരിചയപ്പെട്ടത് അക്ഷരമുറ്റം ക്വിസിന് വേണ്ടിയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.